ലോകത്തിൻ്റെ വിവിധ മേഖലയിലുള്ള ആളുകളുടെ ആവശ്യം കൂടി കണക്കിലെടുത്തുകൊണ്ട് അവർ തീരുമാനിച്ചതാണ് എന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിന് രാജ്യത്തിൻ്റെ നല്ല അംഗീകാരവും കിട്ടിയിട്ടുണ്ട്. ലോകത്തെമ്പാടുമുള്ള അയ്യപ്പ ഭക്തന്മാരുടെ അംഗീകാരം അതിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായ ഉദ്ദേശത്തോടുകൂടി മതത്തെയും വിശ്വാസത്തെയും കൈകാര്യം ചെയ്യുന്നവരുടെ പേരാണ് വർഗീയവാദികൾ. ഒന്നുകൂടി ഞാൻ പറയാം, മതത്തെയും വിശ്വാസത്തെയും ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ പ്രക്രിയയുടെ പേരാണ് വർഗീയത എന്ന്. അപ്പോൾ ആ വർഗീയവാദികളാണ് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത്, വിശ്വാസികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസമൊന്നുമില്ല. വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിക്കുന്നവരാണ് വർഗീയവാദികൾ. ആ വർഗീയവാദികളുടെ പ്രചാരവേലയോടൊപ്പം ചേർന്ന് നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ഇല്ല. വിശ്വാസികൾക്കൊപ്പമാണ് ഞങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്വാസികൾക്കൊപ്പമാണ് CPIM. പിന്നെ അടുത്ത കുറച്ച് ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പറ്റി പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ പിൻവലിക്കണം എന്നുള്ളൊരു ആവശ്യത്തോടെ എങ്ങനെയാണ് അല്ല, ആ ഡിമാൻഡിന് മേലെ വെച്ചിട്ടുണ്ടല്ലോ ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവർ ചർച്ച ചെയ്യേണ്ട കാര്യമാണ്, എനിക്കതിൽ ചർച്ച ചെയ്യേണ്ട കാര്യം. ഞങ്ങൾ ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. CPIM ആരോടൊപ്പം നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞത് മനസ്സിലായില്ലേ? ആരോടൊപ്പം? അതിൽ കോടതി വിധിയും കോടതി വിധിയുടെ ഭാഗമായിട്ട് വന്ന പ്രശ്നങ്ങളൊക്കെയാണ്. അതിലൊന്നും ഇപ്പം കടന്നു പോകേണ്ട യാതൊരു കാര്യമില്ല ഞങ്ങൾക്ക്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.